ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ വെളുപ്പിന് 2:15 ആയപ്പോഴത്തേക്കും ഞാൻ എഴുന്നേറ്റ് നേരെ പോയി കുളിച്ച് 2:45 ആയപ്പോഴത്തേക്കും നേരെ അടുക്കളയിൽ വന്നു കേട്ടോ. കൂടെ അമ്മയും എഴുന്നേറ്റ് പുറത്തെ അടുക്കളയിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇന്ന് കുറച്ച് തിരക്കുള്ള ജോലിയാണ് കേട്ടോ. തിരക്ക് ഞാനായിട്ട് വരുത്തി വെച്ചതല്ല, എനിക്കൊരാൾ തന്ന 8ൻ്റെ പണിയാണ്. അതെന്താണെന്ന് ഞാൻ വഴിയേ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ രാവിലെ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ എടുത്ത് സ്റ്റൗവിൽ വെച്ചിട്ടാണ് രാത്രി കിടന്നത്. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് അതിനൊക്കെ തീയൊക്കെ കൊളുത്തി. പിന്നെ രാത്രിക്ക് ഉണ്ടാക്കി വെച്ച മാങ്ങാച്ചാറാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉപ്പും മുളകും എല്ലാം പിടിച്ച് നല്ല രീതിയിൽ ഇരുന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ തലേദിവസം തന്നെ കുറച്ചധികം കടലെടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എനിക്ക് ആ വ്യക്തി തന്ന പണിയാണ്. എന്താണെന്നുള്ളതൊക്കെ ഞാൻ പറയാം. പിന്നെ കുറച്ച് പച്ചരിയും എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇടിയപ്പത്തിനുള്ള മാവൊക്കെ അങ്ങ് കുഴച്ച് വെക്കാമെന്ന് കരുതി. അപ്പോൾ വെള്ളമൊക്കെ അപ്പുറത്ത് അടുപ്പത്ത് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ 1.5 കൂട് പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. ഇത്രയും പൊടിയുടെ ആവശ്യമൊന്നുമില്ല. അപ്പം നമ്മളെ എന്താ പറയണേ, നമ്മുടെ അവസ്ഥയൊക്കെ അറിഞ്ഞുകൊണ്ട് ഒരാൾ ചതിക്കുമ്പോഴത്തേക്കും കുഴപ്പമില്ല. ചതിയിലൊക്കെ വീഴുന്നത് സ്വാഭാവികം. കാരണം എനിക്ക് ഇങ്ങനത്തെ പണിയൊക്കെ കിട്ടിയെങ്കിൽ മാത്രമേ ഞാനും അങ്ങ് പഠിക്കത്തുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ മാവൊക്കെ അങ്ങ് വെള്ളം ഒഴിച്ച് കുഴച്ച് വെക്കുവാണ് കേട്ടോ. ഞാൻ വെള്ളം തിളപ്പിക്കാൻ നേരത്ത് ഉപ്പും വെളിച്ചെണ്ണയും ഒഴിക്കും കേട്ടോ. അങ്ങനത്തെ അതൊക്കെ ഒന്ന് പെട്ടെന്ന് സെറ്റ് ചെയ്ത് മാവൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് തണുക്കാനായിട്ട് അങ്ങ് മൂടി വെക്കുവാണ് കേട്ടോ, മാറ്റി. അതിന് ശേഷം നമ്മുടെ കടലയൊക്കെ ഒന്ന് കഴുകി വാരി റെഡിയാക്കി നേരെ അടുപ്പത്തോട്ട് വെച്ചു. കൂടെ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കേട്ടോ. അതാകുമ്പോഴത്തേക്കും മൂടി വെച്ച് വേവിച്ചാലും അങ്ങ് വെള്ളമൊന്നും തിളച്ച് അങ്ങനെ പുറത്തോട്ട് പോകത്തില്ല. അതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഒഴിച്ചത്. അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാൻ നേരെ കൂർക്ക അരിയാനായിട്ട് നിലത്ത് വന്നിരിക്കുവാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കുഞ്ഞു മേശയുടെ പുറത്തു നിന്നാണ് ഞാൻ എല്ലാ കൂട്ടം ചെയ്യുന്നത്. അതിൻ്റെ പുറത്ത് ഒരുപാട് സാധനങ്ങളുള്ളതുകൊണ്ട് നിലത്തിരുന്ന് അങ്ങ് റെഡിയാക്കാമെന്ന് കരുതി. അപ്പോൾ ആൾ തന്ന 8ൻ്റെ പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ ശരിക്കും പറഞ്ഞാൽ വിളിക്കാനും വരാനും ഒന്നും ആരും തന്നെ ഇല്ല. ഞാനും എൻ്റെ ഹസ്ബൻഡും അനിയനും അച്ഛനും അമ്മയും 2 കുഞ്ഞുങ്ങളും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. വിളിക്കാനോ വരാനോ അന്വേഷിക്കാനോ ഒന്നും ആരും തന്നെ ഇല്ല. അങ്ങനെ ഇരിക്കുകയാണ് ഇതേപോലെയുള്ള 8ൻ്റെ പണി കൊണ്ടൊരു വ്യക്തി വന്നത്. ആരാന്തൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം, കാണാറുണ്ടെന്ന് എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. കുറേ നാൾ കൂടി, വർഷങ്ങൾ കൂടി എന്നെ വിളിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് ചേച്ചി, രാവിലെ വരും, വൈകുന്നേരം പോരത്തുള്ളൂ, എനിക്കിഷ്ടമുള്ള ഇന്നതൊക്കെയാണ്, അതൊക്കെ ഉണ്ടാക്കി വെക്കുമോ ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നമ്മുടെ അടുത്ത് ആരും വരാനോ തിരക്കാനോ ഒന്നും ഇല്ലാണ്ട് ഇരിക്കുന്ന ഒരവസരത്തിൽ ആ വ്യക്തി അങ്ങനെ പറഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷമായി. പറഞ്ഞതെല്ലാം ഉണ്ടാക്കി വെച്ചു കേട്ടോ. ഇടിയപ്പം, കടലക്കറി അത് വേണമെന്ന് പറഞ്ഞു, ഉണ്ണിയപ്പം വേണമെന്ന് പറഞ്ഞു, അതൊക്കെ റെഡിയാക്കി വെച്ചു. കുറേ ദിവസമായിട്ട് ഞാൻ ഒരു വീഡിയോ പോലും ചെയ്യാറില്ലായിരുന്നു. കാരണം കുറച്ച് മാനസികമായിട്ടും ശാരീരികമായിട്ടും കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഒരു വീഡിയോ പോലും ഇപ്പോൾ എടുക്കാറില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവളങ്ങനെ പറഞ്ഞപ്പോഴും എനിക്കൊരു എൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും മാറിയിട്ടില്ല. എന്നാലും പറഞ്ഞതല്ലേ. പിന്നെ എനിക്ക് കുക്കിങ്ങും വീട്ടിലെ ജോലികളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടും ഞാൻ ഒരു മടിയും കൂടാണ്ടും എൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയാണ്ടും ഞാൻ എല്ലാ കാര്യങ്ങളും അങ്ങ് ചെയ്ത് വെച്ചു കേട്ടോ. ഇതൊക്കെ ഒന്ന് റെഡിയാക്കി തലേദിവസം തന്നെ വെച്ചപ്പോഴാണ് ആൾ വിളിച്ച് പറയണം ഞാനിന്ന് വരുന്നില്ല, ഇതേപോലെ ആരോടും ചെയ്യരുത്. നമ്മളാണെങ്കിൽ പോലും ഒരാളോട് വിളിച്ച് പറയും ഞാൻ നാളെ അങ്ങോട്ട് വരുന്നുണ്ട്, ഇന്നതൊക്കെ ഉണ്ടാക്കി വെക്കണം എന്ന് പറയുമ്പോഴത്തേക്കും ആ വീട്ടിൽ ചിലപ്പോൾ മുളക് ചാരിച്ചത് മാത്രമേ ഉണ്ടായിരുന്നുള്ളായിരിക്കും. അപ്പം നമ്മൾ വരുമെന്ന് പ്രതീക്ഷിച്ച് അവർ ചിലപ്പോൾ കടവും കടപ്പതിയൊക്കെ മേടിച്ച് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി പെറുക്കി വെക്കുമ്പോഴായിരിക്കും നമ്മൾ പെട്ടെന്ന് വിളിച്ച് പറയുന്നത് ഞാനിന്ന് വരുന്നില്ല. അപ്പോൾ ആ വ്യക്തിയുടെ ആ ഒരു കഷ്ടപ്പാടൊക്കെ ഒന്ന് ഓർക്കണം. വെറുതെ ഇരുന്ന് തിന്ന് ഉറങ്ങിയിരിക്കുന്നവർക്ക് ഇതൊന്നും അറിയേണ്ട കാര്യമില്ല. കുഞ്ഞുങ്ങളും ഫാമിലിയൊക്കെ ആയിട്ട് കഴിഞ്ഞ് ഒരുപാട് കഷ്ടപ്പെട്ട് വീടിൻ്റെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും എല്ലാം നോക്കി കഴിയണവർക്ക് ഇതേപോലെയുള്ള മുട്ടൻ പണിയൊക്കെ ഓരോരുത്തർ വിളിച്ച് പറയുമ്പോൾ ഒന്ന് ഓർക്കണം. അവരും നാളെ, ഇന്നല്ലെങ്കിൽ നാളെ ഒരു ഭാര്യയാകാം, അമ്മയാകാം. അപ്പം അവർക്കും ഇതേപോലത്തെ അവസ്ഥകൾ വരാം എന്ന് ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി. പിന്നെ കുഴപ്പമില്ല. വീട്ടിലെ പണികളൊക്കെ അങ്ങ് ചെയ്തതിൻ്റെ ഒപ്പം തന്നെ ആ ഒരു കാര്യങ്ങളും അങ്ങ് ചെയ്ത് വെച്ചു. സാരമില്ല. എനിക്ക് സങ്കടം ഉണ്ടെങ്കിൽ പോലും കുഴപ്പമില്ല. ഇതേപോലെയുള്ള ചെറിയ പണിയൊക്കെ കിട്ടുമ്പോഴേ നമ്മളും മുന്നോട്ട് പാഠങ്ങൾ പഠിക്കുന്നത്. അങ്ങനെ അകത്തിരുന്ന് ഞാൻ കൂർക്കയൊക്കെ ഒന്ന് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഞാൻ പുറത്തോട്ട് വന്നു കേട്ടോ. ഒരുപാട് നേരമായി ഞാൻ അവിടെ ഇരുന്ന് ആ തൊലിയൊക്കെ ചിരണ്ടാൻ തുടങ്ങിയിട്ട്. കാരണം ഒത്തിരി നേരം എനിക്ക് ഇരിക്കുമ്പോഴത്തേക്കും നടുവേദന ഉണ്ടാകും കേട്ടോ. അതുകൊണ്ട് ഞാൻ പുറത്തെ അടുക്കളയുടെ സൈഡിൽ വന്ന് നിന്നിട്ട് എല്ലാം കൂർക്കയൊക്കെ ഒന്ന് കോന്തുവാണ്. കൂടെ അമ്മയുടെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ വീഡിയോയുടെ ഓരോ കാര്യങ്ങളും റീൽസ് എടുക്കുന്ന കാര്യമൊക്കെ ഇടയ്ക്ക് ഓരോ വീഡിയോയിലൊക്കെ അമ്മേനെ ഞാൻ കൂട്ടാറുണ്ട്, കോമഡി വീഡിയോസിലൊക്കെ കേട്ടോ. ആൾക്കൊന്നും അങ്ങനെ വരാനൊന്നും താല്പര്യമില്ല. എൻ്റെ നിർബന്ധപ്രകാരം ഞാൻ കൂട്ടുന്നതാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് കൂർക്കയൊക്കെ റെഡിയാക്കിയതിന് ശേഷം നേരെ അടുക്കളയിലോട്ട് വന്നു. അപ്പോൾ കടലക്കറി ഉണ്ടാക്കാനുള്ള ഉരുളി വെച്ചു. തൊട്ടപ്പുറത്ത് നമ്മുടെ കൂർക്ക വേവിക്കാനായിട്ട് വെക്കുവാണ് കേട്ടോ. കൂർക്ക ഒരു 3/4 ഭാഗം ഞാൻ വേവിക്കും. അതിനുശേഷം പൊടികളൊക്കെ ചേർത്ത് ഒന്നുകൂടി ആവിയേറ്റ് റെഡിയാക്കാറാണ് കേട്ടോ പതിവ്. അതുകൊണ്ട് തന്നെ കൂർക്കതയെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അടുപ്പത്ത് വെച്ചു. കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് ഇളക്കി പെറുക്കി ഒന്ന് മൂടി വെച്ചു കേട്ടോ. അതൊക്കെ അവിടെ വേഗണ സമയം കൊണ്ട് നമുക്ക് ഇപ്പുറത്തെ അടുപ്പിൽ കടലക്കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഉരുളിയൊക്കെ ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എണ്ണ ഒഴിച്ചു, കടുകിട്ടു. അതിന് ശേഷം കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക്, പെരിഞ്ജീരകം അതെല്ലാം ഇട്ടതിന് ശേഷം സബോള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അതെല്ലാം കൂടി ഇട്ട് നല്ല രീതിക്ക് അങ്ങ് വഴറ്റുവാണ് കേട്ടോ.
എന്നെയൊക്കെ നന്നായിട്ട് കടലക്കറി ഉണ്ടാക്കാൻ അറിയാമായിരിക്കാം, എന്നാലും ഓരോരുത്തർക്കൊക്കെ അറിയാം. പക്ഷേങ്കിലും ഞാൻ ഉണ്ടാക്കുന്ന രീതിയുടെ ആ ഒരു റെസിപ്പി അങ്ങ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് അങ്ങ് വഴറ്റി റെഡിയാക്കുവാണ്. അപ്പം ഇതൊന്നും ഇന്നത്തെ ദിവസം നല്ല ഇതൊന്നും എനിക്ക് കടലക്കറി ഇഷ്ടമില്ല. പൊതുവേ ഞാനിവിടെ ഉണ്ടാക്കാറുമില്ല അങ്ങനെ കാര്യമായിട്ട്. ആ വ്യക്തി പറഞ്ഞതിൻ്റെ ഒരു വെളിച്ചത്തിൽ നമ്മൾ റിസ്ക് എടുക്കണതാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ വഴണ്ടി വന്നപ്പോഴത്തേക്കും മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇതെല്ലാം ഇട്ട് നല്ലപോലെ അങ്ങ് മൂപ്പിക്കുവാണ് കേട്ടോ. ചില സമയത്ത് ഞാൻ കുറുക്കി റെഡിയാക്കും, ചില സമയത്ത് ചാറോട് കൂടിയൊക്കെ റെഡിയാക്കും. പല രീതിക്ക് ഞാൻ കടലക്കറി ഉണ്ടാക്കും കേട്ടോ. തേങ്ങ അരച്ചുണ്ടാക്കും, തേങ്ങ വറുത്തരച്ചുണ്ടാക്കും, അങ്ങനെ പല രീതിക്ക് ഉണ്ടാക്കും. അപ്പോൾ ഇന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട് മസാലയൊക്കെ ചേർത്ത് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അതൊക്കെ റെഡിയായതിന് ശേഷം ഞാൻ ഉരുളക്കിഴങ്ങും കടലയും കൂടി അങ്ങ് വേവിച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. ഇനി അതൊന്ന് തിളച്ചതിന് ശേഷം ആ ഉരുളക്കിഴങ്ങ് കുറേ അങ്ങ് ഉടച്ചു കൊടുക്കും ഞാൻ. അപ്പോഴത്തേക്കും നല്ല രീതിയിൽ കുറുകി വരും. അതൊക്കെ അവിടെ നിന്ന് റെഡിയാകുന്ന സമയം കൊണ്ട് ഞാൻ കൂർക്കയ്ക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കുവാണ് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത്രയും വെളുപ്പിന് എനിക്ക് എഴുന്നേൽക്കേണ്ട കാര്യമില്ലായിരുന്നു. 2 കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് അവരെഴുന്നേറ്റ് കരയും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടേക്കൊന്ന് പോകാൻ പോലും പറ്റാണ്ട് തിരക്കിട്ട ജോലിയിലൊക്കെയാണ് ഞാൻ അടുക്കളയിൽ ഓരോ കാര്യം ചെയ്യുന്നത്. കാരണം രാവിലെ നേരത്തെ നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞ് വെച്ച് ചേട്ടനും അനിയനും ഒക്കെ ചോറൊക്കെ കൊടുത്ത് വിട്ട് സ്വസ്ഥമായിട്ട് പിള്ളേർക്കും വല്ലതും കൊടുത്ത് അവരെയും കുളിപ്പിച്ചൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും നമുക്കൊരു മാനസിക സുഖമാണ് കേട്ടോ. ഡെയിലി എൻ്റെ ജോലി അതൊക്കെ തന്നെയാണ്. എനിക്ക് ആരും തന്നെ മിണ്ടാനോ ഒന്നുമില്ല കേട്ടോ. ചേട്ടനും അനിയനും അച്ഛനും ഒക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മയും ഞാനും പിള്ളേരും മാത്രമേ ഉള്ളൂ. അമ്മ പകൽ ഫുൾ ടൈം കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യും, ക്ഷീണമൊക്കെ കാരണം കേട്ടോ. ആളും ഒപ്പം വെളുപ്പിന് കേൾക്കുന്നതാണോണ്ട് കിടന്ന് ഉറങ്ങും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജോലിയായിട്ട് പുറത്തേക്കൂടെ ഒക്കെ നടക്കും. പിന്നെ ഞാനും പിള്ളേരും മാത്രമായിട്ട് റൂമിൽ ഒതുങ്ങിക്കൂടി പിള്ളേരെ കളിച്ചിരികളൊക്കെ ആയിട്ട് അങ്ങനെ ഫോണൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ കേട്ടോ. ഡെയിലി അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. നമുക്കൊരു അയൽവക്കംകാരോ അല്ലെങ്കിൽ സ്വന്തക്കാരോ കൂട്ടുകാരോ ഒന്നും തന്നെ ഒന്നും മിണ്ടാനോ വിളിക്കാനോ അന്വേഷിക്കാനോ ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുകയാണ് ആ ഒരു വ്യക്തി വരുമെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായി. ഒരുപാട് സന്തോഷം എന്ന് വെച്ചാൽ നമുക്കൊരു 1.5 കോടി രൂപയൊക്കെ ലോട്ടറി അടിക്കുന്ന ഒരു സന്തോഷമില്ല, ആ ഒരു സന്തോഷം തന്നെയായിരുന്നു കേട്ടോ എനിക്കും ആയത്. പക്ഷേങ്കിൽ ഇതേപോലെയുള്ള പണിയൊന്നും തരുമെന്ന് ഞാൻ ഓർത്തുമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു 2-3 ദിവസം കഴിഞ്ഞാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയാൻ കാരണം ആ ഒരു വ്യക്തി കേൾക്കട്ടെ എന്ന് ഓർത്ത് തന്നെയാണ് കേട്ടോ. കാരണം എൻ്റെ അടുത്ത് വിളിച്ചപ്പം പറഞ്ഞു ഞാൻ വീഡിയോ ഒക്കെ കാണാറുണ്ട്, ലോങ് വീഡിയോയും ഷോർട്സും ഒക്കെ കാണാറുണ്ട്, അടിപൊളിയാന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ആ വ്യക്തി കേൾക്കട്ടെ, കേട്ട് മനസ്സിലാക്കട്ടെ. ഒരു ഫാമിലിയായി ജീവിക്കുമ്പോഴത്തേക്കുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളുമൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെ. ആ ആൾ കല്യാണം കഴിച്ചിട്ടില്ല, ഫാമിലിയില്ല, ഒന്നുമില്ല, യാതൊന്നും അറിയണ്ട, ജോലിയുടെ കാര്യം ഒന്നും അറിയണ്ട. വെറുതെ ഇങ്ങനെ രാത്രി കിടന്ന് ഉറങ്ങുന്നു, രാവിലെ എഴുന്നേൽക്കുന്നു, വെറുതെ ഫോണിൽ കുത്തി ഇങ്ങനെ ഇരിക്കുന്നു, തിന്നുന്നു, ഉറങ്ങുന്നു. ഇതൊക്കെ തന്നെ പതിവുള്ള ഒരു വ്യക്തിക്ക് ഒരു കുടുംബം എന്നാണ്, അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യം എന്താണ്, ഇതൊന്നും അറിയേണ്ട കാര്യമില്ല. ഒരു ഫോണുണ്ടെങ്കിൽ ആരെ വേണമെങ്കിലും വിളിച്ച് ഞാനങ്ങ് വരുവാണ്, അല്ലെങ്കിൽ അതുണ്ടാക്കി വെക്കുക ഇതുണ്ടാക്കി വെക്കുന്ന ആർക്ക് വേണമെങ്കിലും എന്തും പറയാം. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ ആ ഒരു വ്യക്തിക്കും ഒരു കുടുംബം ഉണ്ടാകും. അപ്പോഴത്തേക്കും എല്ലാം മനസ്സിലാക്കിയാൽ മതി. 2 കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ ആ വ്യക്തിക്കും ഒരു കുടുംബം ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും മനസ്സിലാകും ഇത്രയൊക്കെ ബുദ്ധിമുട്ടാണല്ലോ ഒരു കുടുംബിനി ആയി കഴിയുമ്പം എന്ന് ആ വ്യക്തിക്ക് മനസ്സിലാവും. സാരമില്ല, എനിക്ക് വിഷമമൊന്നുമില്ല. പിന്നെ നമ്മളെല്ലാം ഉണ്ടാക്കി പെറുക്കി വെച്ച് പോയില്ലേ, കളയാൻ പറ്റിയല്ലോ. ഇല്ലാത്ത പൈസ ഉണ്ടാക്കി പെറുക്കിയാണ് ഞാനിതെല്ലാം റെഡിയാക്കി വെക്കുന്നത്. കാരണം ഇപ്പോൾ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. നമ്മൾ അമ്പലത്തിലൊക്കെ പോകാനിരിക്കുവാണ്, അതിൻ്റേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് ടൈറ്റിലാണ് കേട്ടോ. ഒരുപാട് കടവും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും വലിയ കുഴപ്പമില്ല, ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇതേപോലെയുള്ള മുട്ടം പണി തരാൻ വേണ്ടി ഓരോരുത്തർ വിളിക്കുമല്ലോ, അങ്ങനെ ഓരോ ടെൻഷനും കാര്യങ്ങളൊക്കെ ആലോചിച്ചിരുന്നതേ നേരെ അതൊക്കെ അരിഞ്ഞ് വെച്ചതിന് ശേഷം ഞാൻ ആ കടലക്കറിയൊക്കെ ഒന്ന് ഉടയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നപ്പോൾ ഉരുളി പതിയെ ഒന്ന് ചെരിഞ്ഞ് പോയി കേട്ടോ. അപ്പോൾ അതേ കുറച്ച് കറി അവിടെ പോയിട്ടുണ്ട്. ആകപ്പാടെ തലയ്ക്ക് വട്ടുപിടിച്ച ഓരോ കൂട്ടങ്ങൾ ചെയ്യുന്നത്. കാരണം ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചതിനൊക്കെ ശേഷം ആൾ വന്നില്ല എന്ന് വിളിച്ച് തലേദിവസം തന്നെ പറഞ്ഞപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. സാരമില്ല, കുഴപ്പമില്ല. അപ്പം അങ്ങനെ കറിയൊക്കെ റെഡിയാക്കി വാങ്ങി അപ്പുറത്തെ അടുപ്പയിലോട്ട് വെച്ചതിന് ശേഷം ഞാൻ നേരെ കൂർക്ക മെഴുക്ക് വരട്ടാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ കൂർക്കയൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചൊരു പാത്രമാണ് കേട്ടോ. എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പം ഇനി ഒരെണ്ണം കൂടെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടപ്പോൾ ഒരെണ്ണം കൂടെ ഓർഡർ ചെയ്തു. റേറ്റ് കുറവാണ് കേട്ടോ, അങ്ങനെ ഞാൻ മേടിച്ചതാണ്. അങ്ങനെ കൂർക്കയ്ക്കുള്ള ഇതൊക്കെ റെഡിയാക്കാൻ പോകണം. അപ്പോൾ പാത്രം അടുപ്പിൽ വെച്ച് ചൂടായി എണ്ണ ഒഴിച്ച് കടുകിട്ട് അതിന് ശേഷം പിന്നെ കുറച്ച് കുരുമുളക്, വറ്റൽമുളക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടതിന് ശേഷം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് അതെല്ലാം കൂടി ഇട്ട് നല്ല രീതിക്ക് അങ്ങ് വഴറ്റുവാണ് കേട്ടോ. ചിലർ കൂർക്ക വെക്കുന്നത് വെളുത്തുള്ളിയും ചെറിയുള്ളിയും പച്ചമുളകൊക്കെ കൂടി ഇങ്ങനെ ചതച്ചിട്ട് വെറുതെ അതിലേക്കിട്ട് കടുക് മൂപ്പിച്ച് അങ്ങനെ എടുക്കാറുള്ളവരുണ്ട്. പക്ഷേ ഞാനിവിടെ വന്നതിന് ശേഷം ഇതേപോലെയാണ് കേട്ടോ ഇവിടെ കൂർക്ക അമ്മ റെഡിയാക്കുന്നത്. അത് കണ്ടാണ് ഞാനും ഈ റെസിപ്പി പഠിച്ചത് കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നപ്പം നമ്മുടെ മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല അതേപോലെ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നല്ല രീതിക്ക് അങ്ങ് മൂപ്പിച്ചെടുക്കുവാണ്. കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കും കേട്ടോ, എന്നെങ്കിലാണ് കൂർക്ക ഇട്ട് കഴിയുമ്പോൾ നല്ല മെഴുമെഴാന്ന് നല്ല മെഴുക്ക് വരട്ടിയാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ.
അപ്പോൾ അതൊക്കെ അങ്ങ് വഴറ്റി പെറുക്കി വന്നതിന് ശേഷം ഞാൻ വേവിച്ച് വെച്ചേക്കുന്ന കൂർക്കയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചേക്കുന്ന കൂർക്കയാണ്. ഇനിയിപ്പം അധികം ഉപ്പൊന്നും ഇടേണ്ടി വരികയില്ല, കാരണം ഞാൻ പാകത്തിന് ഉപ്പൊക്കെ ഇട്ടാണ് റെഡിയാക്കിയത്. സവോള വഴറ്റാൻ നേരത്ത് അതിലും കുറച്ച് ഉപ്പിടും. അപ്പോൾ ഇതൊക്കെ മിക്സ് ആയി കഴിയുമ്പോൾ പാകത്തിനായിക്കോളും കേട്ടോ. അങ്ങനെ അതൊക്കെ റെഡിയാക്കി പെറുക്കി വെക്കുവാണ്. ഇനി ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റാണ് ഇടിയപ്പം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ തണുത്ത് പോകുമല്ലോ. ഇനി ഇതൊക്കെ അങ്ങ് മാറ്റി വെച്ചതിന് ശേഷം വേണം നമുക്ക് അതിൻ്റെ മാവൊക്കെ ഒന്നുകൂടി ഒന്ന് കുഴച്ച് റെഡിയാക്കിയൊക്കെ എടുക്കാനായിട്ട്. ഇപ്പോൾ വെറുതെ ഒന്ന് വെള്ളത്തിൽ കുഴച്ച് നനച്ച് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. അങ്ങനത്തെ അതൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഇടിയപ്പത്തിനുള്ള തേങ്ങ ചിരണ്ടാൻ വേണ്ടിയിട്ട് ചേട്ടനെ കുത്തിപ്പൊക്കി എഴുന്നേൽപ്പിച്ച് ചേട്ടൻ എഴുന്നേറ്റ് വന്നിട്ട് തേങ്ങയൊക്കെ ചിരണ്ടി തരുവാണ് കേട്ടോ എനിക്ക്. ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ കുഞ്ഞാവയുടെ കൂടെ ചേട്ടൻ കിടക്കും. അപ്പം ചേട്ടനും എഴുന്നേറ്റ് പോകുന്നപ്പോൾ ആ ഒപ്പം തന്നെ കുഞ്ഞുവാവ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അമ്മേനെ വിളിച്ച് കുഞ്ഞുവാവേനെ അമ്മയുടെ കയ്യിൽ കൊടുത്തു. അപ്പോൾ രണ്ടുപേരും ഇരുന്ന് ഉറങ്ങുവാണ് കസേരയിൽ. കുഞ്ഞുവാവയും ഉറങ്ങുവാണ്, അമ്മയും ചെറുതായിട്ട് അങ്ങ് മയങ്ങുവാണ് കേട്ടോ. അപ്പോൾ ചോറ് അടുപ്പത്ത് കിടന്ന് വേഗമാണ് കേട്ടോ പുറത്തെ അടുക്കളയിൽ. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം വീഡിയോ എടുത്തതിന് ശേഷം ഞാൻ നേരെ അടിച്ചു വരാനായിട്ട് വന്നു. അപ്പോൾ അടുക്കളയിൽ ഒരു ലോഡ് ചവറുണ്ട് കേട്ടോ. ചവറും ചെളിയൊക്കെ ഉണ്ട്. ചെളിയൊക്കെ ഇനി തുടച്ച് ലാസ്റ്റ് കളയും. അപ്പോൾ ആ ചവറൊക്കെ അങ്ങ് അടിച്ച് കളയാമെന്ന് കരുതിയിട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ അവിടെ നിന്ന് വേഗം തന്നെ അടിച്ചു വാരുവാണ്. ചേട്ടൻ തേങ്ങയൊക്കെ ചിരണ്ടണ സമയം കൊണ്ട് നമുക്ക് ഈ ജോലികളൊക്കെ അങ്ങ് പെട്ടെന്ന് തീർക്കാമല്ലോ. ഇനിയിപ്പോൾ ലാസ്റ്റ് അടുക്കളയിലെ പണിയെല്ലാം കഴിയുമ്പോഴത്തേക്കുമാണ് ഞാൻ തറയൊക്കെ അങ്ങ് തുടച്ച് റെഡിയാക്കി ഇടുന്നത് കേട്ടോ. ഇപ്പോൾ എല്ലാ ദിവസവും ഡെയിലി ഞാൻ അടുക്കളയൊക്കെ തുടച്ചിടാറുണ്ട്. അതിന് ശേഷം തേങ്ങയൊക്കെ ചിരണ്ടി കിട്ടി ചേട്ടനും കുഞ്ഞുമായും പോയി കിടന്നു. ആ സമയത്ത് ഞാൻ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇപ്പം നേരെ ഏകദേശം വെളുക്കാറായിട്ടുണ്ടോ, 5:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടിയപ്പമൊക്കെ അങ്ങ് പെട്ടെന്ന് റെഡിയാക്കാമെന്ന് കരുതി. ഞാനാണെങ്കിൽ മുഴുവനായിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ. ഒന്നാമത് എൻ്റെ ഫോൺ സ്റ്റോറേജ് ഫുള്ളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ വീഡിയോ ഒന്നും എടുക്കാനും പറ്റുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ കുറേ ദിവസമായിട്ട് വീഡിയോയും എടുത്തില്ല. പിന്നെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ലോങ് വീഡിയോ ഒന്നും എടുക്കാനും പറ്റുന്നില്ല. ഇനി ഫോണൊക്കെ കൊണ്ടുപോയി ഫോൺ മുഴുവൻ വൈറസാണ് കേട്ടോ. എനിക്ക് അതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് സോഫ്റ്റ്വെയർ ചെയ്യുകയോ ക്ലീൻ ചെയ്യുകയോ ഒക്കെ ഒന്ന് ചെയ്യണം. അതിനൊക്കെ ശേഷമാണ് എനിക്ക് ലോങ് വീഡിയോ ഒക്കെ ഇടാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. അങ്ങനത്തെ പെട്ടെന്ന് തന്നെ ഇടിയപ്പത്തിൻ്റെ ഇതൊക്കെ റെഡിയാക്കി സേവനാഴിയിലാക്കിയപ്പോൾ കൈ മുഴുവൻ മാവാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ അങ്ങോട്ട് മാറിപ്പോയി കഴുകിയിട്ടൊക്കെയാണ് പിന്നീട് വന്നത്. കാരണം എനിക്കിങ്ങനെ കൈ നിറച്ച് മാവൊക്കെ വെച്ചുകൊണ്ട് നമുക്കത് അടയ്ക്കാൻ പറ്റത്തില്ല കേട്ടോ. കാരണം ഇങ്ങനെ തെന്നും. ഞാൻ എപ്പോൾ ഈ സേവനാഴി അടച്ചാലും അതിങ്ങനെ ലോക്കായി പോകും കേട്ടോ. ഇങ്ങനെ വെട്ടിക്കയറും. എല്ലാ ദിവസവും എപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കിയാലും ഇതൊക്കെ തന്നെ പണി കേട്ടോ. എനിക്കാണെങ്കിൽ അതിന് ശേഷം ഞാനിങ്ങനെ കത്തിയോ എന്താ പറയുക ഗ്ലാസിൻ്റെ മൂടോ ഒക്കെ വെച്ച് മുട്ടിയൊക്കെയാണ് അതൊക്കെ ഒരുവിധം ഒന്ന് തുറന്ന് വന്നെ കേട്ടോ. ചിലപ്പോൾ അനിയൻ്റെ കൊടുക്കും അതൊന്ന് തുറന്ന് തരാൻ വേണ്ടിയിട്ട്. എനിക്ക് ഇടിയപ്പം ഉണ്ടാക്കൽ ഭയങ്കര റിസ്ക് പിടിച്ച പണിയാണ് കേട്ടോ. എനിക്ക് ഒന്നാമത് കലിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കാറില്ല. പിന്നെ വീട്ടിലെല്ലാവർക്കും ഇടിയപ്പം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവർ പറയുന്ന ദിവസം ഞാൻ ഉണ്ടാക്കും കേട്ടോ. എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് പുട്ട്, അപ്പം അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കാറ്. പിന്നെ ഡെയിലി ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അതൊക്കെ എൻ്റെ മിക്സി കേടായി കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു പണി അങ്ങ് നിന്ന് കേട്ടോ. നമുക്ക് പച്ചരിയൊന്നും അരയ്ക്കാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ മിക്സിയൊക്കെ അടുത്ത് തന്നെ മേടിക്കണം. അതിനൊക്കെ ശേഷം വേണം ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഇടിയപ്പമൊക്കെ അങ്ങ് റെഡിയാക്കി ഇടിയപ്പത്തിനുള്ള ഇതൊക്കെ വെക്കുവാണ് കേട്ടോ. റെഡിയാക്കി വെക്കുവാണ് കേട്ടോ. ഇതങ്ങനെ വലിയ ടൈറ്റോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതിൻ്റെ അല്ലാണ്ട് തന്നെ ഭയങ്കര റിസ്ക് പിടിച്ചൊരു പണിയാണ് കേട്ടോ ഇടിയപ്പം ഉണ്ടാക്കൽ. പിന്നെ നമ്മൾ എന്താ പറയണേ, ഓരോരുത്തരൊക്കെ പറയുമ്പോഴത്തേക്കും ഒക്കെ അല്ലേ നമ്മളിതൊക്കെ റെഡിയാക്കുന്നത്. പിന്നെ ചേട്ടനും അനിയനും അച്ഛനും ഒന്നും വീട്ടിലില്ലെങ്കിൽ ഞാൻ അങ്ങനെ ഇങ്ങനെ ഒരു പലഹാരം ഉണ്ടാക്കാറില്ല കേട്ടോ. ഇതേപോലെ ഒരുപാടൊന്നും ഉണ്ടാക്കാറില്ല. അവർ വീട്ടിൽ ഇരിക്കുന്ന ദിവസമാകുമ്പോഴത്തേനും കയറി ഇറങ്ങിയൊക്കെ കഴിച്ചോളൂ. അപ്പോൾ പിന്നെ അവർക്ക് പലഹാരം മതി, ചോറ് വേണ്ട. വീട്ടിൽ ഇരിക്കുന്ന ദിവസം ഞായറാഴ്ച ദിവസമൊക്കെ നമ്മൾ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇതൊന്നും വേസ്റ്റ് ആവത്തില്ല. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം ഉണ്ടാക്കി 1.5 കൂട് പൊടിയെടുത്ത് അത്രയും സാധനങ്ങളൊക്കെ ഉണ്ടാക്കി പെറുക്കി വന്നപ്പം വെറുതെ പോകുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ള ഭയങ്കര സങ്കടമാണ്. ഭാഗ്യത്തിലിന്ന് ചേട്ടന് പണിയില്ലായിരുന്നു. പിന്നെ ചേട്ടനാണെങ്കിലും ഒരുപാടൊന്നും കഴിക്കത്തുമില്ല. ചേട്ടന് പണിയില്ല. അത് തന്നെയല്ല എനിക്ക് ചോറ് മതി. എനിക്ക് ഇങ്ങനെയുള്ള പലഹാരത്തിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ചോറ് കഴിക്കും. പിന്നെ അമ്മയാണെങ്കിൽ ഒരു 2-3 എണ്ണയൊക്കെ കഴിക്കത്തുള്ളൂ. പിന്നെ അനിയനും 10 മണിക്ക് കഴിക്കാൻ വേണ്ടി കുറച്ച് കൊടുത്ത് വിടും. പിന്നെയും ബാക്കി ഒരു ലോഡ് ഇരിക്കുവാണ്. കടലക്കറി ആണെങ്കിലും ഒരു ഉരുളി നിറച്ചിരിക്കുവാണ്. എന്ത് ചെയ്യും എന്നൊക്കെ അറിയാണ്ടുള്ള ടെൻഷനാണ്. പിന്നെ ഈ പറയുന്ന ആളുകൾക്ക് അറിയണ്ടല്ലോ ഇതൊക്കെ എന്തോ മരത്തിൽ നിന്ന് കുലുക്കി പറിച്ചൊക്കെ റെഡിയാക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കണമായിരിക്കും. അതുകൊണ്ട് എന്തും വിളിച്ച് പറയാമല്ലോ എന്നുള്ള രീതിക്കാണ് പറയുന്ന ആളുകൾ. പക്ഷേങ്കിൽ നമ്മൾ എത്രത്തോളം റിസ്ക് എടുത്താണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ആ വ്യക്തിക്ക് അറിയില്ല. എന്നാലും കൂടുതലൊന്നും പറയുന്നില്ല. എനിക്ക് കിട്ടിയ പണി ഞാൻ തന്നെ എന്താ പറയുക ഇരന്ന് വാങ്ങിയ ഒരു അവസ്ഥയാണ് കേട്ടോ. ഞാൻ ആരുടെയും കോൾ, സ്വന്തക്കാരുടെ ആണെങ്കിലും ആരുടെ ആണെങ്കിലും കോളൊന്നും അറ്റൻഡ് ചെയ്യാറില്ല. എനിക്ക് അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ അറ്റൻഡ് ചെയ്യാറില്ല. പിന്നെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളും നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊന്നും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് പറയാനും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എല്ലാം ഒന്നും പറയുന്നുമില്ല.
എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് നമ്മൾ പോണേന്ന് ഓർത്തു കേട്ടോ. അങ്ങനെ സാരമില്ല, ഇതേപോലെ ഇനി എന്താ പറയുക, പണി ഏറ്റു വാങ്ങാണ്ടിരുന്നാൽ മതിയല്ലോ. അങ്ങനെ ദേ ഇടിയപ്പത്തിനുള്ള വെള്ളമൊക്കെ നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ദേ ഞാൻ ഇടിയപ്പത്തിനുള്ള ഇതൊക്കെ റെഡിയാക്കി അങ്ങോട്ട് വെക്കുവാണ്. ഞാൻ തേങ്ങ ഇങ്ങനെ ഏറ്റവും മുകളിലാണ് കേട്ടോ തേങ്ങ ഇങ്ങനെ വിതറുന്നത്. നേരത്തെയൊക്കെ ഇങ്ങനെ ആദ്യം തട്ടിൽ തേങ്ങ ഇട്ടതിന് ശേഷവും ഞാൻ ഇത് മാവ് ഇങ്ങനെ ഇടുമായിരുന്നു. ഇപ്പം അങ്ങനെ ഇടാറില്ല കേട്ടോ. അങ്ങനത്തെ ഇടിയപ്പമൊക്കെ ഏകദേശം ഇപ്പുറത്തെ പാത്രത്തിൽ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയും കൂടെ മാവൊക്കെ ഇരിക്കുവാണ്. അങ്ങനത്തെ ഇപ്പോഴത്തെ ഇരിക്കുന്നത് പകുതി ഒന്ന് വേകാനുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ അവിടെ മാറ്റി വെച്ചേക്കുവാണ്. ഞാൻ എടുത്തതാണ്, പക്ഷേ വേകാഞ്ഞത് കൊണ്ട് വീണ്ടും വെക്കാൻ വേണ്ടിയിട്ട് അങ്ങ് വെച്ച് കേട്ടോ. അങ്ങനെ അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞു. അനിയനും ചോറൊക്കെ കൊടുത്തുവിട്ട് ഇടിയപ്പമൊക്കെ കൊടുത്തുവിട്ട് അവൻ പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ ദേ അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം വന്ന് തുടയ്ക്കുവാണ് കേട്ടോ. നല്ല രീതിയിൽ അതൊന്നുമില്ല ക്ലീൻ ചെയ്യുവാണ്. മൊത്തം ചെളിയാണ്, കാരണം ഇടയ്ക്ക് വെള്ളമൊക്കെ മറിഞ്ഞൊക്കെ വീഴും. ഞാൻ ഈ തറയിരുന്നൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ വെള്ളം വീഴുകയൊക്കെ ചെയ്ത് അങ്ങനെ പിന്നെ നമ്മൾ തിരുതരാന്നിങ്ങനെ ചവിട്ടി നടക്കുകയും പുറത്തോട്ടിറങ്ങുകയൊക്കെ ചെയ്ത് അടുക്കള മൊത്തം ചെളിയായി കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും, മൊത്തം കാൽപ്പാടും ചെളിയാണ്. ഇനി അതൊക്കെ നല്ല ഇതിൽ ക്ലീൻ ചെയ്ത് തുടയ്ക്കുവാണ് കേട്ടോ. ഞാൻ ആ ഒരു മോപ്പ് പുറത്ത് പോയി ബക്കറ്റിൻ്റെ വെള്ളത്തിനകത്ത് മുക്കിക്കൊണ്ട് വന്നതാണ് കേട്ടോ. അത് ഒറ്റത്തവണ മുക്കിയാൽ മതി. അതിന് ശേഷം ഞാൻ മുക്കിയതിന് ശേഷം ഞാൻ ഈ തറയിലൊക്കെ ചെറിയതായിട്ട് ലോഷൻ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഒഴിച്ചിട്ടേക്കും കേട്ടോ, നല്ല മണമുള്ള ആ ലോഷൻ ഒഴിച്ചിട്ടതിന് ശേഷമാണ് കേട്ടോ ഞാനിങ്ങനെ വന്ന് തുടയ്ക്കുന്നത്. അല്ലാണ്ട് വെറുതെ അങ്ങ് തുടച്ച് വിടുവല്ല, ലോഷനൊക്കെ ഒഴിച്ചിട്ടേക്കും. ആ ചെളിയുടെ പുറത്താണെങ്കിലും അങ്ങ് ഒഴിച്ചിട്ടേക്കും, നല്ല മണമാണ് കേട്ടോ അതിന്. അങ്ങനെ അതിനൊക്കെ ശേഷം നല്ല രീതിയിൽ തറയൊക്കെ അങ്ങ് തുടച്ചിടുവാണ് കേട്ടോ. എനിക്ക് പിന്നെ ഒരുപാട് അങ്ങ് ബലം കൊടുത്ത് തുടയ്ക്കാൻ പറ്റത്തില്ലെങ്കിലും ഞാൻ അടുക്കള എല്ലാ ദിവസവും ക്ലീൻ ചെയ്ത് തരും കേട്ടോ. കാരണം അടുക്കള നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. അടുക്കളയിലെ പണിയെല്ലാം കഴിയുമ്പോഴത്തേക്കും നമ്മളത് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് കയറാൻ പോലും നമുക്ക് തോന്നത്തില്ല. അടുക്കളയൊക്കെ നല്ല ഫ്രഷായിട്ട് കിടക്കുമ്പോഴത്തേക്കും നമുക്ക് ഓരോ ജോലികൾ വീണ്ടും 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 ചെയ്യാനായിട്ട് തോന്നും കേട്ടോ. ഞാൻ എല്ലാ ദിവസവും അടുക്കള തുടയ്ക്കും. ഒന്നരാടൊക്കെയാണ് റൂം ഹാളൊക്കെ അങ്ങ് തുടയ്ക്കുന്നത് കേട്ടോ. ഇപ്പം ഞാൻ ഇപ്പം ഇങ്ങനെ നീന്തി തുടങ്ങിയതുകൊണ്ട് ഞാനിപ്പോൾ ഡെയിലി റൂമുകൾ ഹാളൊക്കെ തുടച്ചിടാറുണ്ട് കേട്ടോ. അങ്ങനത്തെ അടുക്കളയിലെ തുടയ്ക്കലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അതിന് ശേഷം പോയി പിള്ളേരെയൊക്കെ ഒന്ന് കുളിപ്പിച്ച് ഞാനും കുളിച്ച് അതിന് ശേഷം നേരെ വന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ കേട്ടോ. ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോഴത്തേക്കും കറണ്ട് പോയി കേട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ല, മാവൊക്കെ ഞാൻ നല്ല രീതിയിലൊന്ന് റെഡിയാക്കി പെറുക്കി വെച്ചതല്ലേ, അതുകൊണ്ടിട്ട് പിന്നെ അങ്ങ് ഉണ്ടാക്കി വെച്ചേക്കാം. ആളുടെ ആഗ്രഹപ്രകാരം ഉണ്ടാക്കി വെച്ച് പോയി. കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ, എന്തോ ദൈവാധീനത്തിന്. ഞാൻ സാധാരണ ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു വലിയ ഉരുളി നിറച്ച് ഉണ്ടാക്കി വെക്കാണ്. ഇന്ന് അധികം ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. ആൾക്കും വേണ്ടിയിട്ട് മാത്രം മതിയല്ലോ എന്നോർത്ത് കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. പക്ഷേ സാരമില്ല. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴത്തേക്കുമാണ് പിന്നെ എനിക്കൊരു കൊറിയർ വന്ന്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഓർഡർ ചെയ്തതാണ് കേട്ടോ. 4-5 ദിവസത്തിനുള്ളിൽ നമുക്ക് കൊറിയർ കിട്ടി. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കുഞ്ഞു പിള്ളേർക്ക് കൊടുക്കുന്ന മറ്റേ കണ്ണങ്കായപ്പൊടി, അതുപോലെ കുറുക്ക് പൊടി, റാഗിപ്പൊടി, അതിൻ്റെയൊക്കെ ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് 9ാം മാസത്തിലെ കുഞ്ഞാവയ്ക്ക് കൊടുക്കാനുള്ളതിൻ്റെ ഇത് ഞാൻ അവരോട് പറഞ്ഞപ്പോഴത്തേക്കും അവരെനിക്ക് അയച്ചു തന്നാണ് കേട്ടോ. ഇത്രയും കൂടെ ഞാൻ പശു നെയ്യും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ, സീ യു. അപ്പോൾ ഇത് ഇനിയിപ്പോൾ തീരുമ്പോഴത്തേക്കും വേണം വീണ്ടും നമുക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇത് ഒരുപാട് പേര് ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ ഓർഡർ കൊടുത്ത് മേടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാനും ഓർഡർ കൊടുത്ത് മേടിച്ചത്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇത് പ്രയോജനപ്പെട്ടു കേട്ടോ ഭാവിക്ക് വേണ്ടിയിട്ട്. അപ്പം ഇതിനകത്ത് കവർ ചെയ്താണ് കേട്ടോ വരുന്നത്. ഈ ഒരു ടിന്നിനകത്ത് ഇഷ്ടംപോലെ കവർ ചെയ്തും വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. ലൈക്ക് ചെയ്യാനും മറക്കല്ലോ കേട്ടോ.